ആണവ നിരായുധീകരണം സംബന്ധിച്ച് അമേരിക്കയുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഇറാൻ നടത്താനിരിക്കുകയാണ്. അത് ശനിയാഴ്ച നടക്കുമെന്ന് ഇറാൻ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഒമാനിൽ തന്നെ ആയിരിക്കും ഈ രണ്ടാം ഘട്ട ചർച്ചകളും. എന്തായാലും ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ചർച്ച നടത്തുകയുമുണ്ടായല്ലോ. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. തീർച്ചയായും ഈ മേഖലയിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേഖലയിൽ നാറ്റോ സഖ്യത്തെ ശക്തിപ്പെടുത്തുക എന്നൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് മാർക്കോ റൂബിയോയും ഫിദാനും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ നടന്നത്. കൂടിക്കാഴ്ചകൾ നേരത്തെ മാർച്ചിലാണ് നേരിട്ടുള്ള കൂടിക്കാഴ്ച വാഷിംഗ്ടണിൽ നടന്നത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്നത് ടെലിഫോൺ ചർച്ചകളായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് തന്നെയായിരുന്നു ഒരു വിഷയം. അതായത് ഇറാൻ ആ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു റിസ്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്ന നീക്കം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസി എല്ലാം തന്നെ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലൊരു ഭീകര സ്വഭാവമുള്ള പ്രോക്സി വാർ ഉൾപ്പെടെ നടത്തി ചില ആക്രമണങ്ങൾ കൃത്യമായി ഇസ്രയേലിനെതിരെ അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കെതിരെ കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് ഭീകരർക്ക് പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇറാൻ്റെ ആയുധ ശേഖരം ശക്തമാകുന്നത് വലിയ വെല്ലുവിളികളാണ് ഉണ്ടാക്കുക. ഒരു പരിധിവരെ ഈ ഭീകര സംഘടനകളെല്ലാം തന്നെ അവരുടെ ബലമായി കണക്കാക്കുന്നത് ഇറാൻ്റെ ഈ ആണവായുധ സമ്പത്ത് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ആണവായുധം ശാക്തീകരിക്കുന്നതിന്, ആണവായുധത്തിൻ്റെ ശേഖരം ശക്തിപ്പെടുത്തുന്നതിനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ ആണവായുധങ്ങൾ ശക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് യുറേനിയം സമ്പുഷ്ടീകരണം എല്ലാം തന്നെ നടക്കുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന കൃത്യമായ നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനയല്ല, കൃത്യമായ മുന്നറിയിപ്പ് തന്നെ ട്രംപ് നൽകുകയും ചെയ്തത്. ഇത്തരത്തിൽ ട്രംപ് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഒമാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറങ്ങിയതും. ഒമാനിൽ ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ അബ്ബാസ് അറാഖ്ജിയും തമ്മിൽ ചർച്ച നടക്കുകയും, തമ്മിൽ നേരിട്ടുള്ള ചർച്ചയല്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ചർച്ചയാണ് എങ്കിൽ കൂടി പ്രാഥമിക ഫ്രെയിം വർക്ക് ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അത് സംബന്ധിച്ചൊരു ധാരണ. അത്തരത്തിലൊരു പ്രാഥമിക ചർച്ച എന്ന് തന്നെ പറയാവുന്നൊരു സംവിധാനം ഉണ്ടായത്. 2.5 മണിക്കൂറോളം നീണ്ട ഒരു ചർച്ചയായിരുന്നു. ഇനി വീണ്ടും അടുത്ത ശനിയാഴ്ച, അതായത് വരാനിരിക്കുന്ന ശനിയാഴ്ച അടുത്ത ചർച്ചയും നടക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒമാനിൽ തന്നെയായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത് റോമിലായിരിക്കും ഒരു പക്ഷേ ചർച്ച നടക്കുക എന്ന ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടി ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒമാനിൽ തന്നെയായിരിക്കും ചർച്ച നടക്കുക എന്നാണ്. എന്ത് തന്നെയായാലും സ്ഥലത്തിൻ്റെ മാറ്റമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്കിൽ കൂടി ഇറാൻ്റെ ആണവ നിരായുധീകരണത്തിന് ഇറാനും ഒരു പരിധിവരെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും അമേരിക്ക ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യവും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഗാസ ഇസ്രായേൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്നതിനും ആ പ്രദേശത്ത് ഒരു പശ്ചിമേഷ്യയിൽ സ്ഥിരമായ ഒരു ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുന്നതിനും സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. ശരി.